ഏത് എംപാനൽമെന്റിനുള്ള കരാറായിരുന്നു. അതായത് എത്ര രൂപ ചെലവാകും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പദ്ധതി നടത്തിപ്പിന് വേണ്ടത് അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നടത്തിയ ഒരു കരാറെന്നാണ് പറഞ്ഞത്. അതൊന്നുമല്ല തന്നെയുമല്ല. നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ, സെക്രട്ടറിയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ, അനറ്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഇദ്ദേഹവും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇതെല്ലാം അതിന്റെ എല്ലാ രേഖകൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അവർ തമ്മിൽ മാത്രമാണ് എല്ലാ വിധത്തിലുള്ള അതെ. പക്ഷെ അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ നോംസിൽ പോലും അങ്ങനെ പറയുന്നില്ല. മാത്രമല്ല അതിനു വേണ്ടിയാണല്ലോ അതിലേതാണോ കുറവ് അതിന്റെ 30% എന്നാണ് അതിന്റെ കേന്ദ്ര മാനദണ്ഡത്തിൽ തന്നെ പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മളത് ബെഞ്ച്മാർക്ക് അത് വയലേറ്റ് ചെയ്തു? ബെഞ്ച് മാർക്ക് നിയമിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ അശോകിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ശുപാർശ ചെയ്തത്. ആ കമ്മിറ്റി ശുപാർശ ഇവർ അംഗീകരിച്ചിട്ടില്ലല്ലോ. ലോവസ്റ്റിന് കൊടുക്കാൻ വന്നപ്പോൾ ലോവസ്റ്റിന് കൊടുക്കാതെ അവരുടെ കത്ത് കിട്ടി, അവര് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞത് അത് പിന്നീട് എഴുതി വാങ്ങിച്ചതായിരിക്കാം. നമ്മളത് ഇതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇതിനു വേണ്ട എക്സ്പേർട്സ് നമ്മുടെ കയ്യിലില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ ഇമെയിൽ സന്ദേശങ്ങൾ അടങ്ങിയ രേഖകൾ അത് 2, 3, 4 അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. എന്റെ കയ്യിലുള്ള രേഖകൾ വെച്ചിട്ട് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. 2 മാത്രമല്ല, ഒരു ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്കും സാധ്യമല്ല. അതിന് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നല്ല ഡോക്യുമെന്റ് തിരുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. തലതിരിഞ്ഞ നടപടികളാണ് അനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏത് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതല്ല. ഒരു ടെൻഡർ പ്രോസസ്സിന് ഒരു ട്രാൻസ്പാരൻസി ഉണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ ബിഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തിരുത്തൽ, ഏത് രീതിയിലുള്ള തിരുത്തൽ വരുത്തുന്നതും ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. അതാരും ചെയ്യാറുള്ളതല്ല. അവിടെ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പോൾ ഇത് തുടക്കം മുതൽ നമ്മൾ ഓരോ പദ്ധതി എടുത്തു നോക്കിയാലും, ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ധാരാളം അഴിമതികൾ ആക്ഷേപങ്ങൾ വന്നതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ ഇതിൽ നടക്കുന്ന അഴിമതികളെ നമ്മൾ കണ്ടില്ലെന്ന് നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുള്ളത് ഈ വല്ലൂരിയും അതോടൊപ്പം തന്നെ വിനയും മാത്രമാണ്. ഇങ്ങനെയാണോ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്? അതെനിക്കറിയില്ല. അത് എന്നോട് ചോദിച്ചിട്ട് അത് CAGയോട് ചോദിക്കേണ്ട കാര്യം. ഞാൻ വസ്തുതകളുടെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ എല്ലാ രേഖകളും തരുന്നു. നിങ്ങളുടെ പരിശോധിക്കും. CAG എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല എന്താണ്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ ധാരാളം പദ്ധതികൾ ഉണ്ടാവും. പരിശോധിക്കേണ്ട പദ്ധതികളാണ്. എന്തുകൊണ്ട് അവർ പരിശോധിച്ചില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ ശ്രദ്ധയിൽ വന്ന മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ CAGയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. CAGയുടെ കണ്ടെത്തലുകളെ അംഗീകരിക്കാത്തൊരു ഗവൺമെന്റ് അല്ലേ ഇത്? ഇവിടെ ഏത് CAG റിപ്പോർട്ടിനാണ് ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്? CAGക്കെതിരെ കോടതി പോയി ഫൈറ്റ് ചെയ്തവരാ ഇവിടെ. അതുകൊണ്ട് CAG റിപ്പോർട്ടിന് വലിയ സാങ്ക്ടിറ്റി കാണിക്കാത്തൊരു ഗവൺമെന്റ് അല്ലേ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് അത് മറയാക്കി സ്വീകരിക്കേണ്ട. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള റിപ്പോർട്ടുകളും കത്തുകളും അനുസരിച്ച് ഇതിനകത്ത് ശരിയായ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇത് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റു മാർഗങ്ങളും നോക്കും. അതിലൊരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരവിടെ നിയമിക്കേണ്ടത് സർക്കാരിന്റെയോ സർക്കാരിന്റെ ഭാഗമായിരുന്നവരുടെ ഉത്തരവാദിത്തം. ഈ വിനയപ്പിയെ നിയമിക്കാൻ ആരുടെ മോട്ടീവ്? അദ്ദേഹമായിരുന്നു ഇതിനു മുമ്പ് ഇവിടുത്തെ എല്ലാ ഇടപാടുകളും നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് താൽക്കാലിക ജീവനക്കാരനായിരുന്നു. 50,000 രൂപയുടെ ശമ്പളത്തിൽ താഴെയായിരുന്നു. അയാളെയാണ് EY എന്ന കമ്പനിയെ നിയമിക്കുന്നു. അവിടെ നിന്ന് തിരിച്ചിവിടേക്ക് എല്ലാ ടെൻഡർ നടപടികളും സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വെക്കുന്നു. അപ്പോൾ
അത് ഈ പറയുന്ന ആഗോള കമ്പനിയുടെ താല്പര്യവുമാണ് ഈ സിഇഒയുടെ താല്പര്യമാണ്. അങ്ങനെയാണ് ഒരാളിനെ 6 മാസം പോലും കൂളിംഗ് പീരീഡ് കൊടുക്കാതെ ഇയാളെ നിയമിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതിനകത്ത് ഈ ആഗോള കമ്പനിയായ EIയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ സിഇഒയുടെ താല്പര്യം സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് വേറെ എത്രയോ ഉദ്യോഗസ്ഥന്മാർ അനർട്ടിലുണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, പ്രോജക്റ്റുകളെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അവരെ ഒന്നും വെക്കാതെ ഈ ആളിനെ തന്നെ ഇവിടെ നിന്ന് രാജിവെപ്പിച്ച് അയാളെ EY എന്ന കമ്പനിയിലേക്ക് നിയമിക്കുന്നു. അവിടെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ തന്നെ വീണ്ടും തിരികെ ഡിപ്ലോയ് ചെയ്യുന്നു ഇവിടേക്ക്. എന്നിട്ട് ആ കത്തിൽ പറയുന്നു, നിങ്ങൾക്ക് വായിക്കാം, ആ കത്തിൽ പറയുന്നത് എല്ലാ ടെൻഡർ നടപടികളും നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് തരാം. കമ്പനി അംഗീകരിച്ചല്ലോ, ആ ആവശ്യം അവർ അംഗീകരിച്ചല്ലോ. കമ്പനി കൊടുത്ത ഇയാൾ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് CEO കൊടുത്ത. അതിനകത്ത് പറയുന്നുണ്ട്, ദിസ് വിൽ ബി ദ റെഫറൻസ് ഓഫ് യുവർ ട്രയൽ മെയിൽ റിഗാർഡിംഗ് ദ ഡിപ്ലോയ്മെന്റ് ഓഫ് ആൾട്ടർനേറ്റീവ് റിസോഴ്സസ്. നിങ്ങൾക്ക് ഇത് കോപ്പി തരാം. പുള്ളി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് ഈ കമ്പനി കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ പേഴ്സണെ തന്നെ നിയമിച്ചത്. ഒരാളെ ജോലിക്കെടുക്കും, അത് ഈ പറഞ്ഞ സിഇഒയുടെ ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കാം. പക്ഷെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ അതിലേക്ക് ഡെപ്യൂട്ട് ചെയ്യുന്നതിൽ എന്താണ് നമുക്ക് തെറ്റ് പറയുന്നത്? അത് കാരണം ഈ ആളിനെ തന്നെ ഇവർക്ക് EY എന്ന് പറയുന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് ഇയാള്. അയാളെ തന്നെ തിരിച്ചിങ്ങോട്ട് വെക്കുക, അതും ഒരു കൂളിംഗ് പീരീഡ് പോലും കഴിയാതെ. ഒരു മിനിറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. സാധാരണഗതിയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും സ്വീകരിക്കുന്നത് തങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ മാറിപ്പോയി മറ്റൊരു കമ്പനി ജോലി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 6 months കൂളിംഗ് പീരീഡിൽ ഉണ്ടാകും. അതുപോലും പാലിക്കാതെ ഈ പർട്ടിക്കുലർ ആളിനെ തന്നെ വെക്കണമെന്നുള്ള ആവശ്യത്തെ അംഗീകാരം, ഇയാളാണല്ലോ കൺസൾട്ടൻസിക്ക് വേണ്ടിയുള്ള അംഗീകാരം നേടിക്കൊടുത്ത ആള്, അയാളെ തന്നെ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ അകത്ത് രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെയാണ് അഴിമതി. അതാണ് എന്റെ ചോദ്യം. അയാൾ താൽക്കാലിക ജീവനക്കാരനായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാൾ രാജിവെക്കുന്നു. അയാളെ ഉടൻ തന്നെ EY കമ്പനി ജോലി കൊടുക്കുന്നു. ആ കമ്പനിയിൽ അദ്ദേഹത്തെ വീണ്ടും ഇവിടേക്ക് ഡെപ്യൂട്ടി ചെയ്യുന്നു. ഈ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കാനും നടപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനായി ഡിപ്ലോയ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു കമ്പനിക്കകത്ത് വർക്ക് നടക്കുമ്പോൾ അവിടുത്തെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ അറിയണ്ടേ? ഒരു ഡിപ്പാർട്ട്മെന്റും അറിയണ്ട. ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഈ വിനയ് പിയും സിഇഒയും തമ്മിൽ മാത്രമാണ്. എവിടെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? അനർട്ടെന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ? അവിടെ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ടെൻഡർ നടപടികൾക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? സെക്രട്ടേറിയറ്റിൽ നിയോഗിക്കപ്പെട്ട ഫൈനാൻസ് ഓഫീസർ അറിയണ്ടേ? ഇതൊന്നും അറിയണ്ടേ? ഇവർ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നതിനകത്താണ് അഴിമതി. ഒരു താൽക്കാലിക ജീവനക്കാരൻ ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നതിന് കൂളിംഗ് ടൈം വേണം എന്ന് എവിടെയെങ്കിലും അങ്ങനെയാണ് സാധാരണഗതിയിൽ ഇന്റർനാഷണൽ കമ്പനികൾ സ്വീകരിക്കുന്ന സമീപനം. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആണെങ്കിൽ നമ്മളത് കൊടുക്കാറില്ല. പക്ഷെ ഒരു താൽക്കാലിക ജീവനക്കാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യവസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഈ താൽക്കാലിക ജീവനക്കാരനാണ് ഇവിടെയുള്ള എല്ലാ ടെൻഡർ നടപടികളും സിഇഒയുമായി. അതൊക്കെ വലിയ ക്രമക്കേടാണ്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ ക്രമക്കേടാണ് എന്ന് പറയുന്നത് നമ്മളൊരു ആരോപണം മാത്രമാണ്. അത് ഈ വിനയ് എന്ത് ആനുകൂല്യമാണ് EYക്ക് ചെയ്തു കൊടുത്തത്? അവർക്ക് കൺസൾട്ടൻസി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഇയാളാണ്. ആ സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു ജോലിക്കാരനായിരുന്നു. അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തത് വിനയ് എന്ന ഉദ്യോഗസ്ഥനാണ്, സിഇഒയുമായി ചേർന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ കൺസൾട്ടൻസിയെ നിയമിക്കാൻ സർക്കാരിന് ചില നടപടിക്രമങ്ങളുണ്ട്. ചുമ്മാ ഗവൺമെന്റിന്റെ അനുവാദം വേണം കൺസൾട്ടൻസിയെ നിയമിക്കാൻ. ഒരു മിനിറ്റ്, ആണെന്നാണ് എന്റെ അഭിപ്രായം. ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാതെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് തന്നെ ഒരു കൺസൾട്ടന്റിനെ നിയമിക്കുമ്പോൾ സർക്കാരിന്റെ അനുവാദം വേണമെന്ന് നിയമമുണ്ട്. ആ കൺസൾട്ടന്റിനെ നിയമിക്കാൻ സർക്കാരിന്റെ അനുവാദമില്ലാതെ നിയോഗിക്കപ്പെട്ടത് തന്നെ തെറ്റാണ്. അതിന്റെ ഓർഡർ ഞാൻ